ഞാൻ അവരോട് തീർത്ത് പറഞ്ഞു, ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ്, മുസ്ലിം ലീഗിൽ അടിയുറച്ച് നിൽക്കുന്ന ആളാണ്. മുസ്ലിം ലീഗ് അല്ലാത്ത വേറൊരു സംവിധാനത്തിലൂടെ ഒരു പദവിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടേത് ഒരു സ്നേഹമസൃണമായ ഒരു ഗിഫ്റ്റാണ്. തീർച്ചയായിട്ടും അതിനെ സ്നേഹമസൃണമായി തന്നെ ഞാൻ അവരുമായി എനിക്ക് നല്ല സൗഹൃദമുള്ള വർഷങ്ങളായി ബന്ധമുള്ള ആളുകളാണ്. അവരോട് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനെന്നും ഒരു ആദർശവിശുദ്ധിയോടെ ജീവിച്ചു വന്ന ഒരാളാണ്. ഒരു സ്ഥാനമാനത്തിന് പുറകിലും ഇന്ന് വരെ പോകാത്ത ആളുമാണ്. ഇത്രയും കാലമായിട്ടും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ല. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളോ പണിയോ ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. ഞാൻ നിൽക്കുന്ന എൻ്റെ പ്രസ്ഥാനത്തിന്, എൻ്റെ സമുദായത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ നാടിന് അവർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുക, ശബ്ദിക്കുക എന്നതാണ് എൻ്റെ ഒരു ലൈഫ് ട്രാക്ക്. അപ്പോൾ എൻ്റെ വ്യക്തിത്വത്തിൽ നിരക്കാത്ത ഒരു ഗിഫ്റ്റും ഞാൻ സ്വീകരിക്കില്ല എന്ന് അവരോട് തീർത്തു. അവർക്കത് ബോധ്യമായും ചെയ്തു. അവർക്ക് എന്നെക്കുറിച്ച് അറിയുന്നതാണ്. അവർക്ക് ഒരു നിരാശയില്ല. കാരണം ഇത്ര കാലമായിട്ടും ഷാഫി ആ പഴയതുപോലെ തന്നെയാണ്, നിലപാടിൽ മാറ്റമൊന്നുമില്ലല്ലേ എന്നാണ് അവരെന്നോട് ചോദിച്ചത്. അപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നം, അങ്ങയുടെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനം, ഏതാണ്ട് 60 വയസ്സിനോടടുക്കുന്നു. ഇത്രയും വർഷം മുസ്ലിം ലീഗിന് വേണ്ടി അതിൻ്റെ സംസ്ഥാന വക്താവ് വരെയായി. ഇത്തവണ പരിഗണിക്കപ്പെടുന്നുള്ളൊരു പ്രതീക്ഷ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എൻ്റെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ, ഷാഫി വളരെ മുന്തിയ പരിഗണന അർഹിക്കുന്ന ആളാണ്, തീർച്ചയായും എന്നെ പരിഗണിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു ലാസ്റ്റ് ആ ലാപ്പിൽ അവർക്ക് എന്നെ പരിഗണിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അത് മനഃപൂർവ്വമല്ല എന്ന് നിരാശ ഉണ്ടോ താങ്കൾക്ക്? അല്ല, എനിക്ക് ബോധ്യമാണ്. അല്ല, അതിൽ നിരാശപ്പെട്ടിട്ട് എന്ത് പ്രയോജനം? രാഷ്ട്രീയത്തിൽ അങ്ങനെ നിരാശയും അതൊന്നും അതൊന്നും സ്ഥായിയല്ല. ഇതൊരു എന്താ പറയുക, ഒരു അവസരങ്ങളുടെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതകളുടെ ഒരു കലയാണ്. അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് എൻ്റെ ഒരു നിർഭാഗ്യമാണ്. എല്ലാ പാർട്ടി മനഃപൂർവ്വം, പാർട്ടിക്ക് അതീവ ബഹുമാനം ആണ് പാർട്ടിയുടെ എല്ലാ നേതാക്കളും എനിക്ക് തരാറ്. ഓക്കെ, ഇപ്പോൾ ഈ അങ്ങേ ഇടതുമുന്നണി സമീപിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിലെ നേതാക്കൾ ബന്ധപ്പെട്ടപ്പോൾ താങ്കളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഉറപ്പ് അങ്ങനെ എന്തെങ്കിലും അങ്ങേക്ക് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായി ദിവസേന സമ്പർക്കമുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ മീഡിയ ചുമതലയുള്ള ഒരാളെന്നുള്ളവർക്ക് ഒരു മുഖ്യമന്ത്രിയെ ഈ ഇൻ്റലിജൻസ് ബ്രീഫ് ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും നേരം വെളുത്തു കഴിഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, PMA സലാം, അയാൾമാർ സാദിഖ് അലി തങ്ങൾ, അവരുമാരൊക്കെ നിത്യസമ്പർക്കം നടത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ എന്നെ അറിയാം, വളരെ കൃത്യമായി അറിയാം. ഇന്നലെയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കായിരുന്നു. ഇതുവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.